എല്ലാവർക്കും നമസ്കാരം. ജൂലൈ മാസം 21 ശേഷം ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകർക്ക് ലോട്ടറിയിലൂടെ ഒരു വലിയ ഭാഗ്യം വന്നു ചേരും. അതൊരു പക്ഷേ ഒരു കുഞ്ഞു സമ്മാനമാകാം, അതല്ലെങ്കിൽ കോടികൾ തന്നെയാകാം. ഏതായാലും ഈ നക്ഷത്രജാതകർക്ക് ഒരു വലിയ സൗഭാഗ്യത്തിന് സാധ്യത കാണുന്നുണ്ട്. 5 നക്ഷത്രജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജൂലൈ 21 ശേഷം. ഇവരുടെ ജീവിതത്തിലെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി അഭിവൃദ്ധിയിലേക്ക് പോകുന്നതിനോടൊപ്പം വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും. ഇവർ ലോകത്തിൻ്റെ ഏതു കോണിലാണെങ്കിലും ഇവർക്ക് നല്ല ഒരു സൗഭാഗ്യ സമ്പന്നതയുണ്ടാകും. ഇതിലെടുത്തു പറയേണ്ട കാര്യം ഇവർക്ക് ധനഭാഗ്യം വന്നു ചേരുന്നു എന്നത് തന്നെയാണ്. വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നു. ജ്യോതിഷത്തിൽ രാഹുവിൻ്റെ അതിദേവതയാണ് സർപ്പങ്ങൾ. സർപ്പസന്നിധിയിൽ ആയില്യം പൂജ, 100 പാലും യഥാശക്തി വഴിപാടുകൾ നടത്തുക ഈ നക്ഷത്രജാതകർ. കഴിഞ്ഞ കുറേ നാളുകളായി ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് സങ്കടങ്ങളായിരുന്നു, ദുഃഖങ്ങളായിരുന്നു, ദുരിതങ്ങളായിരുന്നു. എന്നാൽ ഇവയൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ്. അതൊരു പക്ഷേ ഒരു ലോട്ടറി അടിക്കുന്ന കാര്യമാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനെ ഒരു വലിയ സൗഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു. ഏത് പ്രതിസന്ധിയിലൂടെയാണെങ്കിലും ഈശ്വരാധീനത്താൽ ധനസമ്പാദനത്തിൽ ഇവർ എത്തുമെന്ന് സംശയിക്കേണ്ട. ഭാഗ്യം എപ്പോഴും കൂടെയുണ്ടാകും. എന്നാൽ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായി ഇവർക്ക് പലവിധ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂടെ നിന്നവർ പോലും ഇവരെ ചതിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ടും ഇവർക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. എല്ലാം വൈകിപ്പോയി എന്ന തിരിച്ചറിവ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ അറിയുന്നത് തന്നെ. തൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ഈ നക്ഷത്രജാതകർ വേണ്ട വിധം കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ല. അതിൻ്റെ ഒരു പാളിച്ച ഇവരിലുണ്ട്, ഒരു കുറ്റബോധം തന്നെ ഇവരിലുണ്ട്. അത് ഇവർക്കറിയാം. എന്നാൽ ഇനി അതീവ സമ്പന്നതയിൽ എത്തുവാൻ യോഗം ഈ നക്ഷത്രജാതകർക്കുണ്ട്. ഈ 5 നക്ഷത്രജാതകർക്കാണ് വലിയൊരു ലോട്ടറി ഭാഗ്യം വന്നു ചേരുക. ഏകദേശം ഒരു 45 ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. അതെന്താണെന്നും ഇവർ പോകേണ്ട ക്ഷേത്രങ്ങളും ഇവർ ചെയ്യേണ്ട വഴിപാടുകളും ഒക്കെ വ്യക്തമായി ഇന്ന് നമുക്ക് വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അതുപോലെ തന്നെ വരുന്ന 1-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 1-ാം തീയതി പ്രത്യേക പൂജയുണ്ടായിരിക്കുന്നതാണ്. മൃത്യുഞ്ജഹോമമാണ്. ആ ഒരു മാസം എല്ലാ ധന ആകർഷണവും നിങ്ങൾക്ക് വന്നു ചേരുവാനും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു പൂജ ചെയ്യുന്നത്. അത് നിങ്ങൾക്കും പങ്കെടുക്കാം, അതിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക. ദാരിദ്ര്യശാന്തിക്കും ധനലബ്ധിക്കും പ്രയോജനപ്പെടുന്ന ഈ വിശിഷ്ട പൂജയിൽ നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. എല്ലാ രീതിയിലും ഐശ്വര്യമായിരിക്കും. നക്ഷത്രജാതകർ കാർത്തിക ദിനത്തിൽ ലോട്ടറി എടുക്കുക. ഏത് ദിനം? കാർത്തിക നാളിൻ്റെ അന്ന് ഈ നക്ഷത്രജാതകർ കലണ്ടർ നോക്കിയതിനു ശേഷം കാർത്തിക നാൾ നോക്കി ഈ നക്ഷത്രജാതകർ ലോട്ടറി എടുക്കുക. അപ്പോൾ അടിച്ചിരിക്കും ഇവർക്ക്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് നക്ഷത്രജാതകരുണ്ട്. നിങ്ങൾ കൂടുതൽ ലോട്ടറി ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരേ ഒരു ലോട്ടറി, അത് കേരളയുടെ ആകാം, അതല്ലെങ്കിൽ വിദേശ ലോട്ടറി ആകാം, ബോച്ചയാകാം. ബോച്ചയുടെ ഈ സമ്മാന പദ്ധതിയൊക്കെ ഉണ്ടല്ലോ, ലോട്ടറി അല്ല സമ്മാന പദ്ധതി. അതിലൊക്കെ ഒരു തേയില വാങ്ങിയാൽ ഒരു ലോട്ടറിയൊക്കെ കിട്ടുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരെണ്ണം എടുക്കാം. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം വലിയൊരു പ്രൈസ് അടിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാർത്തികയുടെ അന്ന് എടുക്കുക.
ഈ പറയുന്ന നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്രത്തിൻ്റെ അന്ന് എടുക്കുക. കലണ്ടർ നോക്കിയ കാർത്തിക നക്ഷത്രമൊക്കെ നമുക്കറിയാൻ കഴിയും. ആ ഒരു നക്ഷത്ര ദിവസം എടുക്കുക. അപ്പോൾ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയ നക്ഷത്രമാണ്. ഇവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 7, 1, 5 ഈ 3 നമ്പറാണ്. അപ്പോൾ മൊത്തത്തിൽ കൂട്ടി നോക്കുമ്പോൾ 7, 1, 5 എന്ന സംഖ്യയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുക. അതുപോലെ ലാസ്റ്റ് നമ്പർ 7 ആണെങ്കിലും 1 ആണെങ്കിലും 5 ആണെങ്കിലും ഒക്കെ എടുക്കാം, കുഴപ്പമൊന്നും വരില്ല. ഭാഗ്യ നമ്പർ അത് തന്നെയാണ്. ഏതായാലും മനസ്സിനെ തൃപ്തിപ്പെടുന്ന ഒരു നമ്പർ പൂയ നക്ഷത്ര ജാതകർ എടുക്കുക. ഭഗവതി സേവയൊക്കെ നടത്തുക. അപ്പോൾ വലിയൊരു ഭാഗ്യത്തിന് ഉടമയാകും ഈ പൂയ നക്ഷത്രം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴമാണ്. ഇവർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. ഇവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 5, 3, 8 എന്നിവയാണ്. അപ്പോൾ 5, 3, 8 എന്നുള്ള ഭാഗ്യ നമ്പരൊക്കെ എടുക്കുന്നത് ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുവാനും ജീവിതത്തിൽ ഒത്തിരി വിജയങ്ങൾ ഉണ്ടാവാനും സങ്കടങ്ങളൊക്കെ അവസാനിക്കാനുമൊക്കെ കാരണമാകും. ഏതായാലും നല്ലൊരു സമയമാണ് അനിഴ നക്ഷത്ര ജാതകർക്കും. അവരുടെ ജീവിതത്തിലും വലിയൊരു മാറ്റം വന്നു ചേരും. നല്ല സമയം. അതായത് ഇവർ കുതിച്ചുയരേണ്ടവരാണ്. സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരേണ്ടവരാണ്. ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നമുക്കറിയാം 1199 ഇപ്പോൾ നടക്കുന്നത്. 1200 കൊല്ലവർഷം 1200 വർഷഫലം പരിശോധിച്ചാലും ഇവർക്ക് നല്ല ഭാഗ്യമാണ് ഈ അനിഴ നക്ഷത്ര ജാതകർക്ക്. കഷ്ടകാലങ്ങളൊക്കെ മാറി ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർ പോകുന്നു. അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഇവരുടെ കൂടെ നിഴൽ പോലെ ദൈവം കാണും. ഇവർക്ക് എന്തെങ്കിലും ഒരു ദുഃഖം വന്നാൽ ദൈവം കാണും. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. എന്തായാലും ഈ ഒരു പ്രവചനം സത്യമാകും. ഇവർ കോടീശ്വരന്മാരാകും. അത് മറ്റാരുമല്ല, തിരുവാതിര നക്ഷത്രമാണ്. ഭാഗ്യത്തിലേക്കാണ് ഇവർ കടക്കുന്നത്. ഇവരുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാറി ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. പിന്നെ ഇവരെ പിടിച്ചാൽ കിട്ടില്ല. അത്രയേറെ വലിയ രീതിയിൽ എത്തിച്ചേരും. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ നേടിയെടുക്കുന്നവരാണ് ഇവർ. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ്. ജീവിതത്തിലെ സമ്പൽ സമൃദ്ധിയുടെ കാലമാണ് ഇവർക്ക്. താമര, മുല്ല, ചെമ്പരത്തി, ചെണ്ടുമല്ലി, വെമ്പകം, മാമ്പുകൾ ഇതൊക്കെ പൂജയ്ക്ക് ഉപയോഗിക്കുക. അതായത് ഇവരുടെ പൂജാമുറിയിൽ വയ്ക്കുക. അതൊക്കെ ഭാഗ്യമാണ്, നേട്ടമാണ്. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ഒത്തിരി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകും തിരുവാതിര. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതിക്ക് ഇത് ഐശ്വര്യത്തിൻ്റെ സമയമാണ്, സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. വരുന്ന അതായത് ഓഗസ്റ്റ് മാസം 1, 2, 3, 4 തീയതികളിൽ ഇവർക്ക് ഒരു അത്ഭുതം തന്നെ സംഭവിക്കും ജീവിതത്തിൽ. ഇവരെ പിടിച്ചാൽ കിട്ടത്തില്ല. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്, എല്ലാ രീതിയിലും നേട്ടമാണ് ചോദിക്ക്. ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ നടന്നു കിട്ടുന്ന സമയം തന്നെയായിരിക്കും ചോതി നക്ഷത്ര ജാതകർക്ക്. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. അതുപോലെ ഉത്രം നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഭാഗ്യമാണ്, അതൊരു ഉയർച്ചയാണ്. ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറുന്ന സമയമാണ്. ഒത്തിരി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും. ഇനി ഇവരുടെ കഷ്ടകാല സമയമൊക്കെ കഴിഞ്ഞു. ഇനി ഇവരെ തൊടാൻ കഴിയില്ല ആർക്കും. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ എത്തുന്നത്. പൂയവും അനിഴവും തിരുവാതിരയും ചോതിയും ഉത്രവും അങ്ങനെ വലിയ സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരട്ടെ. ഒത്തിരി നല്ലതുകൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.